തരത്തിലൊരു പ്രസന്റേഷൻ വേണ്ടി വരില്ല എന്നാണ് കരുതിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് കാരണങ്ങൾ കൊണ്ട്. അടുത്ത ബുധനാഴ്ച നമ്മൾ കുറച്ചും കൂടി ഒരു വലിയ പ്രോഗ്രാം ഇവിടെ വെച്ചിട്ടില്ല, അതായത് വൃന്ദാവനിൽ വെച്ചിട്ടില്ല, നമ്മുടെ തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ സ്റ്റാൻഡ് അടുത്തുള്ള എന്താണ് വെച്ചിട്ട് നമ്മുടെ കമ്പനിയുടെ MD എല്ലാം വന്നിരുന്ന ഒരു വലിയൊരു പ്രോഗ്രാം, ഒരു 190-200 ആളുടെ പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പണിപ്പുരയിലാണ് മൊത്തത്തിലുള്ള എല്ലാവരും. എങ്കിൽ പോലും ഇതിവിടെ വന്നിരിക്കുന്നത് പ്രത്യേകിച്ചും 2-3 വ്യക്തികൾ, പുതുതായിട്ടുള്ള വ്യക്തികൾ വന്ന സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും ഞാൻ കമ്പനിയുടെ ചില കാര്യങ്ങളും അതോടൊപ്പം തന്നെ പ്രൊഡക്റ്റുകളെ സംബന്ധിച്ച് ചെറിയൊരു വിവരവും പറയുന്നത് വളരെ നന്നായിരിക്കും തോന്നുന്നു. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഇപ്പം ഞാൻ അവിടുന്ന് ഇതേപോലൊരു ബുക്ക് തന്നിട്ടുണ്ട്. സാധാരണ ഞാൻ ഒരു പ്രസൻറ്റേഷനാണ് ചെയ്യാറ്, പവർ പോയിന്റ് പ്രസൻറ്റേഷൻ. ആ ജസ്റ്റ് ബുക്കൊന്ന് കയ്യിലെടുക്കുക. ഓക്കെ, ബുക്കൊന്ന് കയ്യിലെടുത്ത് കഴിഞ്ഞാൽ ഞാൻ മാഡത്തിൻ്റെ അടുത്ത് തന്നിട്ടുണ്ട്, സാറിൻ്റെ അടുത്ത് തന്നിട്ടുണ്ട്, നിങ്ങൾ 3 അടുത്ത് തന്നിട്ടുണ്ട്. ഈ ബുക്കിലത്തെ ആദ്യത്തെ പേജ് ഒന്ന് മറിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പേജ്, ആ ചട്ടമാസം മറിച്ചാൽ നിങ്ങളതിൽ കാണുന്ന ഈ സർട്ടിഫിക്കറ്റുകളുടെ ഭാഗം നോക്കൂ. സർട്ടിഫിക്കറ്റുകളുടെ ഭാഗം ഇതിൽ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത്, ഞാൻ പ്രധാനപ്പെട്ട ചില 5-6 സർട്ടിഫിക്കറ്റിൽ എല്ലാതും കൂടി പറഞ്ഞ് മോറടിപ്പിക്കുന്നില്ല, എങ്കിലും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ. യെസ്, അത് തന്നെ. അതിൽ ഈ സർട്ടിഫിക്കറ്റ് ഞാൻ കൈകൊണ്ട് നോക്കുന്ന അതിന് എഴുതിയിരിക്കുന്നത് എന്താ? ഹലാൽ എന്നല്ലേ എഴുതിയിരിക്കുന്ന ഹലാൽ സർട്ടിഫിക്കറ്റ്. എന്താ ഹലാൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? ഹലാൽ എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ? എന്താ കേട്ടിരിക്കുന്നത്? ഹലാൽ ചിക്കൻ. ഓക്കെ, നല്ല കാര്യം. ഹലാൽ ചിക്കൻ ഉണ്ട്, ഇല്ല എന്നേ പറയുന്നില്ല, ശരിയാണ്. ഹലാൽ ബീഫ് ഉണ്ട്, ഹലാൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. എനിവേ, ഹലാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്കിന്റെ അർത്ഥം സാറ് പറഞ്ഞത് എന്താ വെച്ചാൽ അനുവദനീയം എന്നുള്ളതാണ് ആ വാക്കിന്റെ അർത്ഥം. ഒരു അറബിക് വേർഡാണ് ഹലാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എനിവേ, ഈ ഹലാൽ സർട്ടിഫിക്കറ്റിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ അവരുടെ ക്വാളിറ്റിയും നിബന്ധനയും അനുസരിച്ച് ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് എന്ത്? ഹലാൽ സർട്ടിഫിക്കറ്റ്. സ്വാഭാവികമായിട്ടും യാർഡ് ലാബ്സ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്ത് കിട്ടിയിട്ടുണ്ട്? ഈ ഒരു ഹലാൽ സർട്ടിഫിക്കറ്റ് നമ്മൾ കൈവശിരിക്കുന്നുണ്ട്. അടുത്തൊന്ന് നോക്കൂ, ഇവിടെ മുകളിലൊന്ന് നോക്കൂ, അതിന്റെ പേര് കൊടുത്തിരിക്കുന്നത് കോഷർ സർട്ടിഫിക്കറ്റ് ആണ്. കോഷർ എന്താ? കോഷർ എന്ന് പറഞ്ഞാൽ ഹലാൽ പോലെ ചിലപ്പോൾ കോഷർ കേട്ടിട്ടുണ്ടാവില്ല. കേട്ടിട്ടുണ്ടോ കോഷർ? കോഷർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ ഹലാൽ സർട്ടിഫിക്കറ്റ് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അതേപോലെ പ്രാധാന്യമുള്ളതാണ് ജൂത സമുദായങ്ങൾക്ക്. അതായത് ഇസ്ലാമിക രാജ്യങ്ങളല്ലാതെ നമ്മൾ ഇസ്രായേൽ പോലെയുള്ള ജൂതന്മാർ താമസിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റിയും നിബന്ധനയും അനുസരിച്ച് ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് കൊടുക്കുന്ന ലൈസൻസ് ആണ് എന്ത്, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ആണ് എന്ത്? ഹലാൽ സർട്ടിഫിക്കറ്റ്. ഇത് കാണാൻ നമ്മൾ ഇസ്രായേലിൽ നിന്നും ഇവിടുന്ന് പോട്ട കാര്യമില്ല കേട്ടോ. നിങ്ങൾ ആരെങ്കിലും സൗകര്യം കിട്ടുന്ന സമയത്ത് എറണാകുളത്ത് മട്ടാഞ്ചേരി പോയാലും പല ഹോട്ടലിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കാരണം മട്ടാഞ്ചേരിയിൽ കുറെ ആരുണ്ട്? ജൂതന്മാരുണ്ട്. സോ അവരുടെ ആ നിബന്ധന അനുസരിച്ചിട്ടുള്ള ഭക്ഷണമാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അവർക്കൊരു കോൺഫിഡൻസിന് വേണ്ടിയിട്ട് എന്ത് വെച്ചിട്ടുണ്ട്? ഹലാൽ കോഷർ സർട്ടിഫിക്കറ്റ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്പ്ലേ